ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള വിജയൻ്റെ അടുത്തത്തെ ജോക്കർ തീം പുറത്തിറങ്ങി. വീഡിയോ സോങ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ മുറ എന്ന് പറഞ്ഞ അടുത്തതിൻ്റെ ടൈറ്റിൽ സോങ് വരാൻ പോവാണ് നാളെ 25 6 മണിക്ക്. പിന്നെ നസിപ്പയ്യ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ടീസർ പുറത്തിറങ്ങി. പിന്നെ സാർ എന്ന് പറഞ്ഞ പടത്തിലത്തെ പുട്ട വെച്ച എന്ന് പറഞ്ഞിട്ടുള്ള 4th സിംഗിൾ ഇന്ന് 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലവതി വിജയുടെ പടത്തിന്റെ കളക്ഷൻ 450 കോടിയായി എന്നുള്ള ലെവലിലൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ദേവര എന്ന് പറഞ്ഞ പടത്തിന്റെ USA പ്രീമിയർ അടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പ്രീ സെയിൽസിലൂടെ 2 മില്യൺ പ്ലസ് ആയിട്ടുണ്ട് കളക്ഷൻ. സെപ്റ്റംബർ 26 പ്രീമിയർ അടക്കുന്നത്. പിന്നെ ശരിപ്പോതെ സിനിമാരം എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ പടം നോർത്ത് അമേരിക്കയിൽ മാത്രം 2.5 മില്യൺ പ്ലസ് കളക്ഷൻ ആയിട്ടുണ്ട്. പടം 26 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ആകാൻ പോവുകയാണ്. പിന്നെ താൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം 25ാമത്തെ ആനിവേഴ്സറി ആയിട്ട് സെപ്റ്റംബർ 27 റീ റിലീസിന് ഒരുങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് വന്നു. പിന്നെ സ്വാഗ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇനി ഇറങ്ങാൻ 10 ദിവസം കൂടി ഉള്ളതെന്ന് അറിയിച്ചുകൊണ്ട് 10 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞ പടം ഒക്ടോബർ 2 റിലീസാവുക തിയേറ്ററിൽ എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വന്നു. പിന്നെ ഡിമോൻ്റെ കോളനി 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ZEE5 സെപ്റ്റംബർ 27 OTT റിലീസ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ 3 days to go പോസ്റ്റർ ഇറക്കിയവർ. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ശങ്കർ എടുക്കുന്ന രാംചരൻ്റെ പടം, ആ പടത്തിൻ്റെ ഒരു അനൗൺസ്മെന്റ് സെപ്റ്റംബർ 25 വരും എന്നുള്ള രീതിയിൽ തമൻ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അത് സെക്കൻഡ് സിംഗിളിന്റെ അനൗൺസ്മെന്റ് ആവാനാണ് ചാൻസ്. പിന്നെ തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മാർവൽ സ്റ്റുഡിയോസിന്റെ ഇറങ്ങാൻ പോണ പടം മെയ് മാസത്തിലാണ് പടം റിലീസ് ആകാൻ പോകുന്നത് 2025. അപ്പോൾ അതിൻ്റെ ഒരു ടീസർ പുറത്തിറക്കിയിട്ടുണ്ട്. ടീസർ കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറിങ് വന്ന കാരണം തന്നെ മാർവൽ സ്റ്റുഡിയോസിന്റെ ഗ്രാഫിക് മുകളിലാണ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയായിരുന്നു. പിന്നെ അമരൻ പറഞ്ഞിട്ടുള്ള ശിവകാർത്തികന്റെ പടം, ആ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. ഹേയ് മിന്നലെ എന്നാണ് പാട്ടിന്റെ പേര്. ഇപ്പോൾ അടുത്ത് വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് GV പ്രകാശ് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ വാഴ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ നിന്ന് ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. ആ പടം ഞാൻ ഇന്നലെ OTT റിലീസായപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല പടമായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10 8 ആയിട്ട് ഞാൻ കൊടുക്കും. പ്രത്യേകിച്ച് കോമഡീസും വർക്കായിട്ടുണ്ട്, അതേമാതിരി ഇമോഷൻസും നന്നായിട്ട് വർക്കായിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ കിഷ്കിന്ദ കാണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പടം 50 കോടി വേൾഡ് വൈഡായി നേടി എന്നുള്ളതാണ് പറയാൻ സാധിച്ചത്. ആസിഫലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ പടമായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് ഈ കിഷ്കിന്ദ കാണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പടം. പിന്നെ L2 എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ പടം പൃഥ്വിരാജൻ ഡയറക്റ്റ് ചെയ്യുന്നത്. ആ പടത്തിൽ മമ്മൂട്ടി ഉണ്ടാവും എന്നുള്ളതൊക്കെ കേട്ടിരുന്നു. പക്ഷെ മമ്മൂട്ടി ഉണ്ടാവില്ല എന്നുള്ള തന്നെയാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത്. പക്ഷെ ഡോൺലി ഉണ്ട് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അത് കൺഫേമായ രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ എന്തായാലും പൊളിക്കും. അവരുടെ ആ ഭാഗത്ത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കളക്ഷൻ നേടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മഹേഷ് നാരായണൻ എടുക്കുന്ന മമ്മൂട്ടിയുടെ പടം, ആ പടം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പടം ഒരു വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നതെന്ന് ഓൾറെഡി കേട്ടിരുന്നു. അപ്പോൾ അതിൽ സുരേഷ് ഗോപിയുടെ പകരം മോഹൻലാൽ അഭിനയിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി ഈ പടം 6 മാസത്തോളം ഷൂട്ടിങ് ഉണ്ടാവും എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. പിന്നെ പ്രൊഡ്യൂസേഴ്സിന് എപ്പോഴും കൺഫേം ആയിട്ടില്ല എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, മമ്മൂട്ടി കമ്പനിയും ആശീർവാദും കൂടിയിട്ട് ഒരു പടം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതല്ലേ എന്നുള്ളത്. പക്ഷെ അത് ഇതല്ല എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. അത് വേറൊരു പടമാണ് മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ മോഹൻലാലിന്റെ ഷൂട്ട് ഒരു 20 to 30 ദിവസം വരെയുള്ള ഷൂട്ടായിരിക്കും എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 1 മാസത്തിന്റെ ആ ലെവലിലോ ഷൂട്ട് മിക്കവാറും ഈ നവംബറിലോ അല്ലെങ്കിൽ ഡിസംബറിലോ ആയിട്ട് തുടങ്ങും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ജിതിൻ K ജോസിന്റെ ഒരു പടം കൂടി ഉണ്ട് മമ്മൂട്ടിക്ക്. അതും ഈ മഹേഷ് നാരായണൻ പടം മാത്രമാണ് ഇപ്പോൾ നിലവിൽ ആൾക്ക് അടുത്ത വർഷത്തിൻ്റെ ഒരു പകുതി വരെ നോക്കുകയാണെങ്കിൽ ഷൂട്ടിങ്ങുള്ള പടമായിട്ടുള്ളത് മമ്മൂട്ടിക്ക്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.